യുഡിമൻ്റെ ഈ അടുത്ത കാലത്തുള്ള വീഡിയോസുകളൊക്കെ നോക്കി നോക്കുക. വല്ലാതെ ഇങ്ങോട്ട് ഓവർ ആവുന്നുണ്ടോ എന്നൊരു സംശയം അല്ലേ. ഒറ്റക്കുള്ള യാത്രകൾ, ഇപ്പോൾ കാട്ടുകൂടെയൊക്കെ ഒറ്റക്കുള്ള യാത്രകൾ ഏതൊക്കെയോ ആൾക്കാർ കൂടെ അങ്ങ് നടക്കുക. എന്തെങ്കിലും സംഭവിച്ചിട്ട് സോഷ്യൽ മീഡിയൻ്റെ മുന്നിൽ വന്ന് ലൈവിൽ നുറവച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ഒരു മലയാളി പോലും സപ്പോർട്ട് ചെയ്യില്ല, അത് ഉറപ്പാണ്. വല്ലാതെ കൂടുണ്ട്. ചില ആളുകൾ കമൻറ്റ് വിടുന്നത് അതിൽ കാര്യമുണ്ട്, ചില കമൻറ്റുകൾ മനസ്സിലാക്കേണ്ട സംഗതികളും ഉണ്ട്. എല്ലാവരും ഇങ്ങനെ തലകുത്തനെ വെറുതെ ഓരോന്ന് വിളിച്ച് പറയല്ല. മോശമായ രീതിയിൽ വല്ലാതെ അങ്ങോട്ട് കാണുമ്പോൾ ആൾക്കാർ പ്രതികരിക്കുകയാണ്. അതിൽ വല്ല കാര്യവും ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കുക, അത് നല്ലതാണ്. അല്ലാതെ മറ്റൊരു ഇന്ന അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ് ഓല നേരെ കേസ് കൊടുക്കും, അതിൽ ഒരു കാര്യമില്ല. ഈ അടുത്ത കാലങ്ങളായിട്ട് വല്ലാതെ അരുണിമുക്ക് ഓവർ ആവുണ്ടോ എന്നൊരു സംശയമുണ്ട് അല്ലേ. പ്രത്യേകിച്ച് ഒറ്റയ്ക്കുള്ള യാത്ര, അന്യരാജ്യത്ത് കൂടിയ ഏതൊക്കെയോ ആളുകൾക്ക് ഇടയിലൂടെ ഒക്കെ നടക്കുകയാണ്. എന്തെങ്കിലും സംഭവിച്ച് മോശമായ രീതിയിൽ വല്ലതും അനുഭവപ്പെട്ടാൽ അല്ലേ, അല്ലേ, മോശമായ രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നീട് വന്നാൽ ഒരു കുട്ടി സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ ഒറ്റയ്ക്കുള്ള യാത്രകൾ നല്ലതാണ്, അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. അപ്പോൾ അതിൽ അതിൻ്റെതായ രീതിയിൽ ശ്രദ്ധിച്ച് വേണം കൈകാര്യങ്ങൾ ചെയ്യാൻ. മോശമായ രീതിയിൽ വല്ലാതെ അങ്ങോട്ട് ഓവറാകുമ്പോൾ ഒരുപാട് ബാഡ് കമൻറ്റുകൾ നമുക്ക് വരും. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള കമൻറ്റുകൾ തുടരെ തുടരെ വരുന്നത് എന്ന് ഒന്ന് സ്വയം മനസ്സിലാക്കണം എല്ലാവരും. നല്ല കമൻറ്റുകളാണെന്നുണ്ടെങ്കിൽ നമ്മളത് സ്വീകരിക്കണം. അപ്പോൾ ഏതായാലും ആളുകൾക്ക് പറയാനുള്ളത്, വല്ലതും സംഭവിച്ചിട്ട് പിന്നീട് സോഷ്യൽ മീഡിയൻ്റെ മുന്നിൽ വന്നിട്ട് കരഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല, ഒരാളും സപ്പോർട്ട് ചെയ്യില്ല. കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഒരു മലയാളി ബ്ലോഗർ ജോർദാനിൽ വെച്ച് തനിക്കുണ്ടായ ഒരു അനുഭവം. ആരാ സപ്പോർട്ട് ചെയ്തത്? ഒരു കുട്ടി സപ്പോർട്ട് ചെയ്യൂല, ഒരു കുട്ടി സപ്പോർട്ട് ചെയ്യൂല. മാനം പോവും. മാനമില്ലാത്തവർക്ക് പിന്നെ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമുണ്ടാവും.